സുഹൃത്തുക്കളെ, മനുഷ്യ ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു മേഖലയാണ് കാർഷിക മേഖല. മനുഷ്യനും കൃഷിയും സംബന്ധിച്ച കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകവുമാണ്. നമ്മുടെ കൃഷി നമ്മുടെ ലോകത്ത് തുടങ്ങിയിട്ട് 12,000 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. ഈ കാലഘട്ടത്തെ നവശിലായുഗ കാലഘട്ടം അറിയപ്പെടുന്നു. ഈ കൃഷി തുടങ്ങിയ രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഇറാൻ, ഇറാഖ്, സിറിയ, പശ്ചിമേഷ്യ രാഷ്ട്രങ്ങളിലാണ് തുടങ്ങിയിട്ടുള്ളത്. പിന്നീട് വന്നത് ചൈന, ഇന്ത്യ, ഈജിപ്റ്റ് തുടങ്ങിയ രാജ്യങ്ങളിലും കൃഷി തുടക്കം കുറിച്ചിട്ടുണ്ട്. കൃഷി മനുഷ്യ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കി. അതായത് മനുഷ്യ സ്പീഷീസിന് അല്ലെങ്കിൽ സ്ഥിരമായി ഒരിടത്ത് താമസിക്കുവാൻ തുടങ്ങാൻ കാരണം കൃഷിയാണ്. ഗ്രാമങ്ങൾ രൂപപ്പെടുവാൻ കാരണം കൃഷിയാണ്. മൃഗങ്ങൾ വളർത്താൻ തുടങ്ങിയതും പശുവിനെ, ആട് തുടങ്ങിയ വളർത്തു മൃഗങ്ങളെ വളർത്താൻ തുടങ്ങി കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതോടൊപ്പം തന്നെ കൃഷിയിലേക്ക് ഏർപ്പെടാനുള്ള കാരണം അധിക ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുവാൻ തുടങ്ങിയതും കൃഷിയിലാണ്. വ്യാപാരം ആരംഭിക്കാൻ തുടങ്ങിയത് കൃഷിയാണ്. സമൂഹം രൂപപ്പെട്ടത് കൃഷി തുടങ്ങിയതോടെയാണ്. സംസ്കാരം വികസിപ്പിച്ചതും കൃഷിയിലൂടെയാണ്. ഇന്ത്യയിൽ ഈ കൃഷി തുടങ്ങിയിട്ട് ഒരു 7,000 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. ആദ്യം നമ്മൾ കൃഷി ചെയ്ത് ഗോതമ്പും ബാർലിയും തുടങ്ങിയ ഘടകങ്ങളാണ്, ധാന്യങ്ങൾ. ഇന്ത്യയിൽ 50-55% ആൾക്കാർ കൃഷിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഇത് മഹത്തായ ഒരു സംഭവമാണ്. വലിയ ജനക്കൂട്ടമാണ് കൃഷി കൊണ്ട് ജീവിക്കുന്നത്, കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. പക്ഷെ ഇന്ത്യയുടെ ആഭ്യന്തര ഉൽപാദനത്തിൽ, പ്രത്യേകിച്ച് GDP-യിൽ വിഹിതം 15 മുതൽ 18% മാത്രമാണുള്ളത്. GDP-യിൽ കൂടുതൽ നൽകുന്ന സേവന മേഖലയാണ്. 50-60% സേവന മേഖല വരുന്നു. 55% ആൾക്കാർ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നത് കൃഷിയാണ്. പക്ഷെ വരുമാനം വളരെ കുറവാണ്. വൈരുദ്ധ്യം എന്ന് പറഞ്ഞത് അതാണ്. അതായത് കൂടുതൽ ആൾക്കാർ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നു, വരുമാനം വളരെ കുറവാണ്. അപ്പൊ നമുക്ക് ഇതിന് വലിയ വെല്ലുവിളിയാണ്. കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ജീവിതം വളരെ താഴ്ന്ന ജീവിതം നിലവാരം ഉണ്ടാക്കുന്നത്. ഏറ്റവും പ്രധാനം മനുഷ്യന് ഏറ്റവും കൂടുതൽ ഒരു സംഭാവന നൽകുന്നതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സഹായം നൽകുന്നതും കൃഷിയാണ്. ശാസ്ത്രീയമായ ഗോഡൌണുകളുടെ കുറവ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അത് ഗോൾഡ് സ്റ്റോറേജുകളുടെ കുറവും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. വിതരണ പ്രശ്നവും, നമ്മൾ കൃഷി ഉൽപ്പാദിപ്പിക്കുന്ന ഇഷ്ടം പോലെ, പക്ഷെ വിതരണ രീതിയുടെ അശാസ്ത്രീയതയും അവർക്ക് വരുമാനം കുറയാനുള്ള കാരണമാണ്. കാലാവസ്ഥയുടെ വ്യതിയാനവും ഒരു പ്രധാനപ്പെട്ട ഘടകമായി മനസ്സിലാക്കാം. ഇനി ഇന്ത്യയിൽ എല്ലാവരെയും കൃഷിയിൽ ഏർപ്പെടേണ്ട, ഇത്രയും ആൾക്ക് കൃഷിയിൽ ഏർപ്പെടേണ്ട ഒരു സംശയമാണ്. സാധാരണ ഞാനൊക്കെ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു സംശയമാണ്. മറ്റ് മേഖലയിലുള്ളവർ, അല്ലെങ്കിൽ മറ്റ് മേഖലയിലുള്ളവർ, ഇപ്പം ഫോർ എക്സാമ്പിൾ സർക്കാർ ജീവനക്കാർ, അധ്യാപകർ, ഇവരൊക്കെ ഈ സ്വന്തം വീടുകളിൽ കൃഷി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എന്റെ അഭിപ്രായത്തിൽ ഇല്ല എന്നാണ്. കൃഷിക്കാർ മാത്രം ചെയ്താൽ, കൃഷി ചെയ്ത് ഉപജീവനം നടത്തുന്ന ആൾക്കാർ മാത്രം ചെയ്താൽ അവർക്ക് വരുമാനം കൂടാനുള്ള സാധ്യത ഒരു പരിധിവരെ ഉണ്ട്. കൃഷി മാത്രം അല്ല വരേണ്ടത്. കൃഷി ചെയ്തുകൊടുത്തപ്പോൾ തന്നെ അതിനെ ഒരു വ്യവസായവൽക്കരണ രീതിയിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിരിക്കണം. ഒരു കൃഷിക്കാരന് അതൊരു തൊഴിൽ മേഖലയാണെന്നും അവൻ അന്തസ്സായി ജീവിക്കാനുള്ള ഒരു ഘടകം വരേണ്ടതും സർക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കൃഷിയുടെ വ്യവസായവൽക്കരണം, പ്രത്യേകിച്ച് അതിന്റെ വ്യവസായവൽക്കരണമാണ് ഇതിൽ ഏറ്റവും ഗുണപ്രദമാണത്. എല്ലാ ആൾക്കാരും കൃഷിയിൽ ഏർപ്പെട്ടാൽ നമുക്ക് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ ലഭ്യത കൂടുകയും അത് വളരെയധികം കൂടുകയും ചെയ്താൽ അത് എല്ലാവരുടെ വരുമാനത്തിന് കൃഷിക്കാരന്റെ വരുമാനം നഷ്ടപ്പെടും. അപ്പൊ കൃഷി നമുക്ക് തത്വത്തിൽ അവസാനമായി പറയാനുള്ളത്, കൃഷിക്കാരൻ ഒരു അന്തസ്സായി ഇവിടെ ജീവിക്കണമെങ്കിൽ അവന്റെ ഉൽപാദനത്തിന് നല്ല വില ലഭിക്കണം. അപ്പം എല്ലാവരും കൃഷിയിൽ ഏർപ്പെട്ടാൽ അധിക ഉൽപാദനം ആവുകയും വില കുറയാനുള്ള സാധ്യത ഉണ്ട്. അതോ അങ്ങനെയാണെങ്കിൽ എല്ലാവരും കൃഷിയിൽ ഏർപ്പെടുന്ന ഈ സിസ്റ്റത്തെ നമ്മൾ മറികടക്കേണ്ട ആവശ്യമുണ്ട്. അതോടൊപ്പം കൃഷിയെ വ്യവസായവൽക്കരിച്ച് കൃഷിയിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങളെ വ്യവസായ ഉൽപ്പന്നങ്ങളായി മാറ്റി അത് വേറൊരു വിപണി കണ്ടെത്തിയാലും അത് കൃഷിക്കാരന് വരുമാനം കൂടാൻ കാരണമാവും. അപ്പം കൃഷിയും മനുഷ്യനും തമ്മിൽ വളരെയധികം ബന്ധമാണ്. കൃഷിക്കാരനെ അന്തസ്സായി ജീവിക്കണമെന്ന് ആവശ്യമാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് പറയാനുള്ളത്. ഇത് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാവരും ഇതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതി. സർക്കാരും പൊതുജനങ്ങളും മറ്റാളും ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ഇതിന് പരിഹാരം കണ്ടെത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.